കോഴിക്കോട് വടകരയിൽ നിർത്തിയിട്ട കാരവാനിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. വാഹനത്തിനുള്ളിലെ എസിയിൽ നിന്നുള്ള വാതക ചോർച്ചയാവാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. അതേസമയം പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം വണ്ടൂർ സ്വദേശി മനോജിനെയും കണ്ണൂർ സ്വദേശി ജോയലിനെയും കാരവാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസമായി കാരവാൻ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ജോയൽ വാഹനത്തിന്റെ പിൻഭാഗത്തെ ബെർത്തിലും മനോജ് സ്റ്റെപ്പിലും മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു. പൊന്നാനിയിൽ കാരവാൻ ടൂറിസം കമ്പനിയിലെ ഡ്രൈവറായ മനോജ് മലപ്പുറം വണ്ടൂർ വാണിയമ്പലം സ്വദേശിയാണ്. ഇതേ കമ്പനിയിലെ ജീവനക്കാരനാണ് ജോയൽ. എരമംഗലം സ്വദേശി നാസറിന്റേതാണ് വാഹനം. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംശയാസ്പദമായി ഒന്നും വാഹനത്തിൽ നിന്നും കണ്ടെത്തിയിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കൂടുതൽ വ്യക്തത ലഭിക്കൂവെന്നും പോലീസ് അറിയിച്ചു. തലശ്ശേരിയിൽ വിവാഹത്തിന് ആളുകളെ എത്തിച്ച ശേഷം പൊന്നാനിയിലേക്ക് മടങ്ങവെയാണ് അപകടം. വടകരയിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം വഴിയരികിൽ വാഹനമൊതുക്കി AC ഇട്ടുറങ്ങിയപ്പോൾ വാഹനത്തിൽ കാർബൺ മോണോക്സൈഡ് നിറഞ്ഞ് വാതകം ശ്വസിച്ചതാകാം മരണത്തിനിടയാക്കിയതെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.